നിങ്ങളുടെ ഒരു സാക്ഷ്യം കണ്ടിലേക്ക് വലിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനൊരു 6th സ്റ്റാൻഡേർഡായപ്പോൾ കണ്ണിന് വളരെ വേദനയും തലവേദനയൊക്കെയായി ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊരു 6 മാസം വരെ യൂസ് ചെയ്തു. 10th സ്റ്റാൻഡേർഡിലായപ്പോൾ വീണ്ടും അതേ പ്രോബ്ലം തന്നെ. വീണ്ടും എനിക്ക് പഠിക്കാനൊന്നും പറ്റാതെ വളരെ കഷ്ടത്തിലായിരുന്നു. അത് 1 വർഷം വരെ യൂസ് ചെയ്തു. പിന്നെ അത് മാറുമായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ വീണ്ടും സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല, ബസ്സിൻ്റെ ബോർഡൊന്നും വായിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ പ്രയാസത്തിലായിരുന്നു. ദേവദാസൻ എനിക്കൊരു പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണമായ കാഴ്ച തിരിച്ചു കിട്ടി. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ദേവദാസൻ നന്ദി. ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് ലിജിത പഠിക്കുന്നത്. ഞാൻ ബെന്നിവേറിന്റെ വീട്ടിൽ ഒരു ദിവസം ജസ്റ്റ് ബെന്നിവേറിന്റെ മോനെ പ്രാർത്ഥിച്ചയക്കാനായിട്ട് വീട്ടിലൂടെ പോയ സമയത്ത് ഈ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ലിജിത ആ സമയത്ത് നല്ല പവർ ഗ്ലാസ് വെച്ചിരുന്ന സ്പെക്സ് വെച്ചിരുന്നത്. ശരിക്കും അവൾ എന്നോട് പ്രാർത്ഥിക്കണമെന്നൊന്നും പറഞ്ഞില്ല ആ സമയത്ത്. ഞാനവിടെ ബെന്നിവേറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് ലിജിതയെ ഞാൻ മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചത്. കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾക്ക് ഈ ബസ്സിന്റെ ബോർഡ് കാണാനായിട്ട് സാധിക്കത്തില്ല. ബസ് സ്റ്റോപ്പിൽ നിന്ന് എഴുതിയ ബസ്സിന്റെ ബോർഡ് കാണാൻ സാധിക്കത്തില്ല. ഇപ്പോ ഇവിടെ നിന്ന് പോലും ഈ മനു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന മനു നിൽക്കുന്ന സ്ഥലത്ത് പോലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, ബ്ലറായിട്ട് കാണാൻ കഴിയത്തുള്ളൂ. എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ച ശക്തി അവൾക്ക് ദൈവത്തിലേക്ക് കൊടുത്തു. എന്തൊരു സന്തോഷമില്ലാതെ അവൾക്ക് അന്ന് മാറ്റിയ ആ കണ്ണാടി ഇന്ന് ബെന്നിവേറിന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അവിടെ ഉണ്ടോ വേറെ കൊണ്ടുവന്നത് കാശി ഇരിപ്പുണ്ട്. ഇന്നും ആ കണ്ണാടി അവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ശരിക്കും ഹല്ലേലൂയ സ്തോത്രം, ഇതൊരു ക്രിയേറ്റീവ് മിറക്കിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരാളുടെ കാഴ്ചശക്തി തിരികെ വരണമെങ്കിൽ ഒന്നുകിൽ സ്തോത്രം ഓപ്പറേഷൻ നടക്കണം, അല്ലെങ്കിൽ അനേക വർഷങ്ങള് സ്തോത്രം കണ്ണാടി വെച്ചാലും ശരിയാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ശരിയാകുമായിരിക്കാം. എങ്കിലും സ്തോത്രം പ്രാർത്ഥിക്കുന്ന അതേ നിമിഷം തന്നെ സ്തോത്രം ദൈവശക്തി അവരുടെ കണ്ണുകളിലേക്ക് പ്രവേശിക്കുകയും സ്തോത്രം അവരുടെ കണ്ണിന്റെ പ്രോബ്ലംസ് ദൈവം പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുകയും ചെയ്തു.